തടുക്കാമെങ്കിൽ തടുക്കൂ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. നടൻ ദേവൻ തൻ്റെ കരിയറിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എത്തേണ്ടുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ എത്തുകയും ചെയ്തു. മലയാളത്തിലെ മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ ഇതാ വരുന്നു അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് ദേവൻ ഒരു ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. MD വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ആരണ്യകമടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹം നായകനായിട്ടുണ്ട്. അങ്ങനെ ദക്ഷിണേന്ത്യയിലടക്കമുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു. മലയാളത്തിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർഡമ്മിലേക്ക് ഉയർന്നു വന്ന ഒരു നടനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റി എന്നറിയില്ല. സുരേഷ് ഗോപിയെ പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ ചിതറിപ്പോയതായിരിക്കാം കാരണം, അല്ലെങ്കിൽ കരിയറിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അദ്ദേഹത്തിന് തിരിച്ചറിയപ്പെടാതെ പോയതായിരിക്കാം കാരണം. ആ വീഴ്ചകൾ മനസ്സിലാക്കി തിരുത്തി പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം എത്തേണ്ടുന്ന നടൻ തന്നെയായിരുന്നു ദേവൻ. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആരണ്യകം എന്ന സിനിമ മാത്രം മതി അദ്ദേഹത്തിന്റെ അഭിനയശേഷി നമുക്ക് മനസ്സിലാകാൻ. ആരാണ് ദേവൻ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മലയാളത്തിന്റെ SS ഉയർത്തിയ സംവിധായകൻ രാമു കരിയാട്ടിന്റെ പെങ്ങളുടെ മകനാണ് അദ്ദേഹം എന്ന് മാത്രമല്ല രാമു കരിയാട്ടിന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ദേവൻ. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു സിനിമാ ബന്ധം കൂടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാം. അദ്ദേഹത്തിന്റെ അനുജനാണ് സുന്ദർ. സുന്ദറിന്റെ മകനാണ് സംഗീത സംവിധായകനായിട്ടുള്ള ഗോപി സുന്ദർ. അങ്ങനെ ദേവൻ നടൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം നിർമ്മാതാവായിട്ടാണ് മലയാള സിനിമയിൽ കാലുകുത്തുന്നത്. വെള്ളം എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് ദേവൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ നടന വൈഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമ മോഹം വിട്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, അത്രയും മിടുക്കനായിട്ടുള്ള ഒരു നടൻ, അത്രയും ജനപ്രീതി ഒരു കാലത്ത് ആർജിച്ച നടൻ അദ്ദേഹം 2023 കൂടി അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ ഒരു തടസ്സമുണ്ടാവുകയും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ തോതിൽ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീടാണ് കറങ്ങിത്തിരിഞ്ഞ് 2021 ഈ കേരള പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിക്കുന്നത്. അതോടുകൂടി അദ്ദേഹം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി. BJP വേദികളിൽ എവിടെയും ദേവന്റെ സാന്നിധ്യം നമുക്ക് കാണാം. പക്ഷേ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം BJPയിൽ നിന്ന് രാജി വെക്കുന്നതായിട്ട് അദ്ദേഹം അറിയിച്ചത്. അങ്ങനെ BJPക്ക് അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. കാരണം ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ദേവൻ ചുരുക്കത്തിൽ തന്റെ കാക്കിക്കളസം ഊരി എന്ന് തന്നെ പറയാം. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ? എന്തുകൊണ്ടാണ് അദ്ദേഹം BJP വിട്ടത്? ഈ രണ്ട് കാര്യമാണല്ലോ നമുക്ക് ഇനി ആലോചിക്കാനുള്ളത്. അദ്ദേഹം പറയുന്നത് BJP തന്നെ പച്ചയ്ക്ക് ചതിച്ചു എന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തൃശൂർ നിയമസഭാ സീറ്റ് ദേവനുള്ളതാണ്. അതുകൊണ്ട് തൃശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. സുരേഷ് ഗോപി അവിടെ നിന്നാണല്ലോ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു ഷുവർ സീറ്റാണ് BJPക്ക് കാര്യമായി ആദ്യത്തെ MP നൽകിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൂ എന്നാണ് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവൻ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്റെ പ്രാരംഭ പ്രവർത്തന നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 2026 അദ്ദേഹത്തിന് തൃശ്ശൂരിൽ ഒരു ഷുവർ സീറ്റാണ് എന്നുള്ള പ്രതീക്ഷയാണ് BJP നൽകിയത്. അതനുസരിച്ച് അദ്ദേഹം തൃശ്ശൂരിൽ പ്രവർത്തിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു യൂട്ടേൺ ഉണ്ടായി. വീണ്ടും ഇതാ സംസ്ഥാന നേതൃത്വം പറയുന്നു, താങ്കൾ തൃശ്ശൂരിൽ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല, മറിച്ച് പുതുക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തന സജ്ജമാകൂ എന്നാണ്. അങ്ങനെ ദേവൻ തൃശ്ശൂർ ഉപേക്ഷിച്ചിട്ട് പുതുക്കാട്ട് പോയി. പുതുക്കാട്ടിൽ നിന്ന് അവിടെ തൃശ്ശൂരിലെ പോലെ തന്നെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു. ജനസമ്പർക്ക പരിപാടികൾ, BJPയുടെ പരിപാടികളിൽ, പൊതുപരിപാടികളിൽ പങ്കെടുക്കുക. അങ്ങനെ ആ മണ്ഡലത്തിൽ സജീവമായെങ്കിലും അവസാനം സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ദേവനില്ല. അങ്ങനെ ദേവനെ രണ്ടാമതും BJP പറ്റിച്ചു. അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള ചിന്ത ദേവനെ നിരന്തരം
അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചപ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ തൃശ്ശൂർ മാറി പുതുക്കാട്ടേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഫോൺ എടുത്തിരുന്നു. പക്ഷേ പിന്നീട് ഈ സീറ്റ് രണ്ടും തനിക്കില്ല എന്നറിഞ്ഞതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ ദേവന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എടുക്കില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് ദേവൻ പറയുന്നത്. പിന്നീട് തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. താൻ വിളിച്ച രാജീവ് ചന്ദ്രശേഖർ ഫോൺ എടുക്കാതെയായി. അതോടുകൂടി താൻ അന്നേ തീരുമാനിച്ചു, ഈ ഒരു പാർട്ടി വിട്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. പിന്നീട് ദേവൻ ചെയ്ത അടുത്ത പരിപാടി എന്ന് പറയുന്നത് തൻ്റെ പഴയ പാർട്ടി ഉണ്ടല്ലോ, കേരള പീപ്പിൾസ് പാർട്ടി. ആ പാർട്ടിയിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ 14,000 പേരാണ് അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ഇത് ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ കേരള പീപ്പിൾസ് പാർട്ടിയിൽ 14,000 പേരുണ്ട്. ആ 14,000 പേർ ഒന്നിച്ച് ആവശ്യപ്പെടുന്നു, ചേട്ടൻ BJP വിട്ടുവാ, വീണ്ടും നമുക്ക് കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കണം. അപ്പോൾ ദേവന്റെ മനസ്സിൽ ലഡു പൊട്ടി. തൊട്ടടുത്ത് ആരാണ്? അപ്പുറത്ത് ഭരിക്കുന്നത് വിജയ് ആരാണ്? വിജയ് സിനിമാടനാണ്. അങ്ങനെ ലഡു പൊട്ടി വന്നപ്പോഴാണ് BJP കഴിഞ്ഞിട്ട് ഈ പറയുന്ന കേരള പീപ്പിൾസ് പാർട്ടിയെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം ദേവൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞത് കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിക്കുമെന്നല്ല, മറിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് തന്റെ സ്വപ്നമെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവൻ പറയുന്നത് തന്റെ പഴയ കേരള പീപ്പിൾസ് പാർട്ടി പൊടിതട്ടിയെടുത്തുകൊണ്ട് കേരളത്തിലെ വലിയ നേതാവായി മാറുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം എന്നാണ് ദേവൻ പറയുന്നത്. രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എൻ്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾ ചില തീരുമാനങ്ങളെടുത്തു. അത് ഇന്നലെ ഞാൻ കിട്ടുന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാൻ തീരുമാനം. അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് അത് പറഞ്ഞത്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതിവെച്ചിട്ടുണ്ട്. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. എന്ന് തന്നെയാലും ഇപ്പോൾ തന്നെ ഈ പറയുന്ന കച്ചറ പാർട്ടികളെ കൊണ്ട് നട്ടം തിരിയുകയാണ് കേരളം. സകല എണ്ണമുണ്ട് ഇവിടെ. നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, ഇവർക്കൊന്നും അണികളില്ല. കേരള കോൺഗ്രസ് എസ്, അതേപോലെ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ്, സകല എല്ലാത്തിൻ്റെ ഇവിടെ കിടന്ന് വരവുകയാണ് കുറെ നേതാക്കന്മാർ, അണികളില്ല ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദേവന്റെ പുറകെ പോകുന്ന ആരാണ്? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 14,000 പേര് അദ്ദേഹത്തിന് പുറകെ ഉണ്ടെന്നാണ്. ആരാണ് ദേവന് വേണ്ടി കൊടി പിടിക്കുന്നത്? ആരാണ് ദേവന്റെ ഈ കേരള പീപ്പിൾസ് പാർട്ടിയിലെ അംഗങ്ങൾ? ഇതൊന്നും നമുക്കറിയില്ല, അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഏതായാലും ദേവന്റെ കാര്യത്തിൽ തീരുമാനം. അദ്ദേഹത്തിന് സിനിമയില്ല, രാഷ്ട്രീയം ഇപ്പോൾ അനിശ്ചിതമായിരിക്കുന്നു. BJP ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു നിൽക്കാം, ഞാൻ BJPയുടെ ആളാണെന്ന്. ഇപ്പോൾ അതും പറയാൻ കഴിയുന്നില്ല. BJPയും വിട്ടു, ഇനി പഴയ കേരള പീപ്പിൾസ് പാർട്ടിയിലേക്ക് പോവാണ്. ആ പാർട്ടി പരാജയമായതുകൊണ്ടാണല്ലോ BJPയിലേക്ക് ലയിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ആ പരാജയത്തെ പൊടിതട്ടിയെടുത്തുകൊണ്ട് അതിൻ്റെ നേതാവായി കസേരയിൽ ഇരിക്കുക എന്നുള്ളതാണ് ദേവന്റെ നിയോഗം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം ഒരു വശത്ത് പറയുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ആദർശമുള്ള ഒരു പാർട്ടിയാണ് രൂപീകരിക്കാൻ പോകുന്നത് പറയുന്നു. ഇപ്പുറത്ത് പറയുന്നു തൻ്റെ പഴയ കേരള പീപ്പിൾസ് പാർട്ടി വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണെന്ന് പറയുന്നു. എന്ത് തന്നെയായാലും ദേവൻ വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ കേരളീയർക്ക് എന്താണ് പ്രയോജനം? ദേവൻ BJP ചേർന്നാൽ എന്താ? ദേവൻ BJP വിട്ടാൽ എന്താ? ദേവൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശമുള്ള പാർട്ടി ഉണ്ടാക്കിയാൽ എന്താ? ദേവൻ തന്റെ പഴയ കേരള പീപ്പിൾസ് പാർട്ടി വീണ്ടും പുനരുജ്ജീവിപ്പിച്ചാൽ എന്താ? നമ്മൾ കേരളീയർക്ക് ഇതിലൊക്കെ എന്ത് കാര്യമാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.